നമസ്കാരം. 4 ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പും വോട്ടെണ്ണലും അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കാനുള്ള പല തന്ത്രങ്ങളും മെനയുകയാണ് ഇപ്പോൾ BJP. ഏതു വിധേനയും ഡൽഹി പിടിച്ചെടുക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമാണ് BJPക്കുള്ളതും. അതിനുവേണ്ടി എന്ത് നെറികെട്ട രാഷ്ട്രീയവും BJP കളിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ആകെ എണ്ണം 1.47 കോടിയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരുടെ എണ്ണം 1.52 കോടിയായി വർദ്ധിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണം വെറും 5 ലക്ഷം മാത്രമാണ്. അങ്ങനെയിരിക്കെ ഡൽഹി തെരഞ്ഞെടുപ്പ് തീയതിയും വോട്ടെണ്ണലും സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടതിന് പിന്നാലെ മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നടന്ന ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ച വോട്ടർമാരുടെ എണ്ണം 3.25 ലക്ഷമാണ് എന്നത്. ഇതിൽ പേര് വെട്ടിക്കളഞ്ഞ വോട്ടർമാരുടെ എണ്ണം കൂടെ ഉൾപ്പെടുത്തിയാൽ പുതുതായി ഉൾപ്പെടുത്തിയ വോട്ടർമാരുടെ എണ്ണം വർദ്ധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കള്ളക്കളി കളിച്ച് ജയിക്കാനുള്ള എല്ലാ പദ്ധതികളും BJP സെറ്റ് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് വ്യക്തമാണ്. വോട്ട് ഇരട്ടിപ്പ് അടക്കമുള്ള BJPയുടെ കള്ളക്കളികൾ റിപ്പോർട്ട് സഹിതം കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിന്റെ കൈകളിൽ തെളിവ് സഹിതം കോൺഗ്രസ് സമർപ്പിച്ചിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഡൽഹി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ അല്ലെങ്കിൽ മാറ്റിവെക്കാൻ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് എത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അസാധാരണ നടപടികൾ അന്വേഷിച്ചു കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP ഇതേ തന്ത്രം തന്നെയാണ് പയറ്റിയിരുന്നത്. BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നില്ല അന്ന് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉണ്ടായിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ BJPക്ക് വമ്പിച്ച വിജയമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ കള്ളക്കളികൾ BJP മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കളിച്ചു എന്നത് വ്യക്തമായ കാര്യമാണ്. മഹാരാഷ്ട്രയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 31 സീറ്റുകൾ ലഭിച്ചിരുന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയമാണ് ഉണ്ടായത്. അവിടെ BJP ജയിച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ തന്നെയാണെന്ന് വ്യക്തമായ കാര്യമാണ്. ഇതിന്റെ തെളിവുകളും നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുമാണ്. ഹരിയാനയിലും സമാനമായ രീതി തന്നെയാണ് BJP നടത്തിയിരുന്നത്. മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലും തെരഞ്ഞെടുപ്പിൽ നടന്ന അട്ടിമറികളെ കോൺഗ്രസ് മുന്നേ തന്നെ ചൂണ്ടിക്കാണിച്ചതുമാണ്. എന്നിട്ടും അതിൽ ഒരു വിധത്തിലുള്ള നടപടിയുമെടുക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ കൈവെള്ളയിലാണെന്ന് തെളിയിക്കുകയാണ് ഇതെല്ലാം. എന്നാൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 5 നടക്കാനിരിക്കെ പുതിയ രാഷ്ട്രീയ കുതന്ത്രങ്ങളുമായി മുന്നോട്ട് വരികയാണ് BJP. ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി എന്ത് നെറികെട്ട രാഷ്ട്രീയം കളിക്കാനും BJP തയ്യാറാണ്. ഇത്തവണയും അധികാരം കൈക്കലാക്കാൻ വേണ്ടി BJP തെരഞ്ഞെടുപ്പിൽ അട്ടിമറി കാണിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 62 സീറ്റിൽ BJP പരാജയപ്പെട്ടിരുന്നു. ആകെ 8 സീറ്റ് മാത്രമാണ് BJPക്ക് കിട്ടിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം BJPയുടെ മുന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഏതു വിധേനയും അധികാരം കൈക്കലാക്കണം എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ BJPക്കുള്ളൂ. എന്നാൽ BJP നേതാവ് തന്നെ ഇപ്പോൾ BJPക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഡൽഹിയിലെ കൽക്കാജി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ രമേശ് ബിദ്രി നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം BJPക്ക് 8ന്റെ പണിയായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഡൽഹിയിലെ മുഴുവൻ സ്ത്രീകളും BJPക്ക് എതിരാവുകയും ചെയ്തു. ബിദ്രി നടത്തിയ പരാമർശങ്ങൾ ഡൽഹിയിലെ BJPയുടെ സാധ്യതകൾ വെട്ടിക്കുറക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ അധികാരം കിട്ടുമോ എന്ന കാര്യത്തിൽ BJPക്ക് നല്ല ആശങ്കയുമുണ്ട്. BJPയുടെ ഈ ആശങ്ക തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലേക്ക് തന്നെയാണ് എത്തിക്കുക എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കള്ളവോട്ടിലൂടെ ഡൽഹിയിലെ അധികാരം പിടിച്ചെടുക്കാൻ BJP ശ്രമിക്കുക തന്നെ ചെയ്യും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്നതുപോലുള്ള അട്ടിമറികൾ ഡൽഹിയിലും നടക്കുമെന്ന കാര്യം കോൺഗ്രസ് ഇതിനോടകം ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ BJPയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് കൂട്ടുനിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളിടത്തോളം കാലം ഇതിലൊന്നും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം തന്നെ ഉണ്ടാകുമെന്ന കാര്യം വ്യക്തമാണ്. ഇത്തവണ ഡൽഹിയിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.